എൻ്റെ പേര് നബീസത്തുൽ മിസ്രിയ. ഞാൻ ലാൻഡ്വൈസിൽ 2025 ജൂലൈ ബാച്ചിലാണ് ജോയിൻ്റ് ആവുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എടുത്ത സബ്ജക്റ്റ്. അങ്ങനെ എന്തുകൊണ്ട് ആ സബ്ജക്റ്റ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയും എൻ്റെ കരിയറിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമാണ് ഞാനത് എടുത്തത്. എൻ്റെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഞാൻ +2 വരെ പഠിച്ചിരുന്നു. +2 കഴിഞ്ഞ് ഒരു 6 മാസം ഞാൻ ഡിഗ്രി ചെയ്തു. BA ഇംഗ്ലീഷ് തന്നെയാണ് ചെയ്തത്. പക്ഷേ വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ട് കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ മാരേജിനെ കുറിച്ച് വീട്ടിൽ ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത്. അങ്ങനെ അവിടെ നിന്ന് 2-3 റിലേഷനിൽ അത് ഡിഗ്രി അല്ലെങ്കിൽ ഒരു പഠിത്തം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നു. അപ്പോൾ എനിക്ക് നല്ലതുപോലെ എനിക്ക് ആട്ടെ, എൻ്റെ 2 വർഷം പോയത് ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ 2 വർഷം ഞാൻ കൊണ്ട് കളഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഒരു പ്രപ്പോസൽ ഇതുപോലെ വന്നപ്പോൾ അവർക്ക് ഓക്കെ ആയിരുന്നു, ഞങ്ങളുടെ വീട്ടിലെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ അപ്പം അവിടെ നിന്ന് പറഞ്ഞത് ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാം. എനിക്കപ്പം ഭയങ്കര ഒരു ഹാപ്പി ഉണ്ടായിരുന്നു. നല്ലതുപോലെ പേടിയുണ്ടായിരുന്നു. ഒരു മാരേജിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, എന്താണ് ഏതാണ്. പക്ഷേ ഇല്ല, അവിടെ നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് ലാൻഡ്വൈസിനോട്ടുള്ള വഴി എനിക്ക് തുറന്നു തന്നത്. കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളും ആഡൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്ത് പഠിച്ച് തുടങ്ങിക്കോ, എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ലാൻഡ്വൈസിലോട്ട് വരുന്നത്. അപ്പോൾ എന്നെ ലാൻഡ്വൈസിലോട്ട് തള്ളിവിടാനുള്ള ഒരൊറ്റ ആൾ ഫ്യൂച്ചർ ഹസ്ബൻഡാണ്. അപ്പോൾ അതിന് എപ്പോഴും നന്ദി അയാളോട് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ലാൻഡ്വൈസിലോട്ടുള്ള ഇതിൽ വന്നു അന്വേഷിച്ചു. ഒരുപാട് അവിടെ നിന്ന് 2-3 പേരെടുത്ത് ഞാൻ അന്വേഷിച്ചെടുത്തിട്ടാണ് ക്ലാസ്സിൽ ജോയിൻ്റ് ആയത്. ഇപ്പോൾ ക്ലാസ് ഓക്കെയാണ്. പിന്നെ +2 വരെ ഞാൻ പോയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. 2 വർഷത്തെ ഗ്യാപ്പ് വന്നു. എങ്ങനെ ഞാൻ ഫിൽ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ലാൻഡ്വൈസിൽ വന്നപ്പോൾ എനിക്കെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പേടി, നമ്മൾ ഓഫ്ലൈനിൽ പോകുന്നത് പോലെ ഓൺലൈനിൽ പോയാൽ ശരിയാവുമോ, നമുക്കൊരു ക്ലാസ് മിസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, പഠിത്തം, സ്റ്റഡി, എക്സാം ഇതൊക്കെ നമ്മളെങ്ങനെ ഇതാക്കും എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ലാൻഡ്വൈസിൽ ജോയിൻ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഓഫ്ലൈനിലേക്കാളും നമുക്ക് ഓൺലൈൻ കൂടുതൽ കംഫർട്ടായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറാം. നമുക്ക് ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിരുന്ന് സപ്പോർട്ട് തരാൻ ലാൻഡ്വൈസിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ഓരോ കാര്യങ്ങൾ നമുക്ക് വിളിച്ച് ചോദിക്കാം, ഏത് ടൈം വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം. ഓരോ വീക്കെൻഡ് ആകുമ്പോൾ നമ്മളെ വിളിച്ച് നമ്മൾ എന്താ പഠിച്ചത്, ഏതുവരെ നോക്കി, ഏതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തോ എല്ലാം ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഇപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഡിഗ്രി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ അങ്ങനെ എടുത്ത് പഠിക്കാൻ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. ഫസ്റ്റേക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് ടീച്ചറാവണം, നല്ലൊരു ടീച്ചറാവണം, ഒരു ഇംഗ്ലീഷ് ടീച്ചറാവണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ടീച്ചറാവണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് BA എടുത്ത് പഠിക്കണം, പഠിച്ച് B.Ed എടുക്കണം, B.Ed എടുത്തൊരു ടീച്ചറാവണം, അവിടെ ടീച്ചറായിക്കൊണ്ട് അടുത്തുള്ളത് പഠിക്കണം, വലിയ പൊസിഷനിൽ എത്തണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇതിനൊക്കെ ഒരു മാരേജ് ഒരു തടസ്സമാവും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി വൈസ് എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. അങ്ങനെ ഇപ്പം ഞാൻ ഓക്കെയാണ്, നല്ല ഇതാണ്. പിന്നെ ഇനി ആരെങ്കിലും എന്നോട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ കൺഫേം ആയിട്ടും ഇഗ്നുവിനെ പറയും. ഇഗ്നു വഴി നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് സപ്പോർട്ട്സായിട്ട് പോകുന്നത് ലാൻഡ്വൈസ് ആണെന്ന് ഞാൻ പറയും. എന്നോട് ആരെന്ത് ചോദിച്ചാലും, എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ഒരു പ്രൗഡായിട്ട് പറയാൻ പറ്റും, ലാൻഡ്വൈസിൽ കൂടെയാണ് ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ഇനിയും എന്തെങ്കിലും തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഡിസ്റ്റൻസായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും. ലാൻഡ്വൈസിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഇതുവരെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇനിയും എന്നെ അങ്ങോട്ട് എനിക്ക് എന്ത് ഇതുണ്ടെങ്കിലും എനിക്ക് ഓപ്പണായിട്ട് പറയാനും അത് ചെയ്തു തരാനും എൻ്റെ മെൻറ്ററുണ്ട്, അനുശ്രീ മാം ഉണ്ട്. ഐ ആം സോ ഹാപ്പി. ഇനിയും
എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ട്, എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൺഫേം ആയിട്ടും പറയും ഇഗ്നോ സെലക്ട് ചെയ്ത് അതുവഴി നമുക്ക് ലാംഗ്വേജിൽ നിന്ന് ഒരു സപ്പോർട്ടോടെ ഉണ്ട്, അത് നമുക്ക് അതുവഴി ജോയിൻ ചെയ്യാമെന്ന് ഞാൻ കൺഫേം ആയിട്ട് പറയും. സോ ഐ ആം ഹാപ്പി. എല്ലാത്തിനും ലാംഗ്വേജിനോടാണ് നന്ദി പറയുന്നത്. ഇനി അങ്ങോട്ടും ഞങ്ങളെപ്പോലത്തെ കുറേ കുട്ടികളുണ്ട് അതിൽ. അപ്പം ഫ്യൂച്ചർ കളഞ്ഞ കുട്ടികളുണ്ട്, ഇനി തുടങ്ങുന്ന കുട്ടികളുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.